നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് മസ്കറ്റിലുള്ള ഒരു ബീച്ചിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അതിമനോഹരമായ ഒരു സ്ഥലമാണ് ഇത്. ലോക്കൽസിനും ടൂറിസ്റ്റുകൾക്കുമൊക്കെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസാണ്. ഈ ബീച്ചിൻ്റെ പേരാണ് കുറം ബീച്ച്. ഏത് ഫോറിൻ ടൂറിസ്റ്റുകൾ വന്നാലും ഈ ബീച്ച് ഒരു ഡെസ്റ്റിനേഷനാണ് അവർക്ക്. അങ്ങനെ നമ്മൾ ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നോക്കി എത്ര നിരനിരയായിട്ട് വണ്ടികൾ പോകുന്നല്ലേ, മനോഹരമായിട്ട്. അതിമനോഹരമായ റോഡുമാണ് ഇവിടെ. ഈ പ്രദേശത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇത് വളരെ പോഷായിട്ടുള്ള ഒരു ഏരിയയാണ് ഇവിടുത്തെ കുറം ഏരിയ. ഒരുപാട് രാജ്യങ്ങളുടെ കോൺസുലേറ്റുകളുള്ള ഒരു ഏരിയ. ഒപ്പം ഈ ബീച്ചിൻ്റെ സൈഡിൽ കുറേ റിസോർട്ട്സും റെസ്റ്റോറൻറ്റുകളും ഒക്കെ ഉണ്ട്. എല്ലാം കൊണ്ടും നമുക്ക് വീക്കെൻഡ്സിലൊക്കെ വന്ന് ഇരുന്ന് റിലാക്സ് ആയിട്ട് പോകാൻ പറ്റിയ അതിമനോഹരമായൊരു സ്ഥലം. അപ്പോൾ നമുക്കൊന്ന് പാർക്ക് ചെയ്യണം വണ്ടി. വീക്കെൻഡ് ആയതുകൊണ്ട് പാർക്കിംഗ് കിട്ടാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈ സമയത്ത് ഫാമിലീസ് എല്ലാം വന്ന് ഇവിടെ ഒരു പാർക്കിങ്ങിന് ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ്. നമ്മൾ പലപ്പോഴും ഈ വാൾപേപ്പേഴ്സിലൊക്കെ കാണുന്ന പോലെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണിത്. അങ്ങനെ നമുക്ക് പാർക്കിംഗ് ഒക്കെ കിട്ടി. ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. അങ്ങനെ നമുക്ക് ബീച്ച് അതിൻ്റെ ഏരിയയിലൊക്കെ ഒന്ന് നടന്ന് കാണാം എന്ന് വിചാരിച്ചു. ഇവിടുത്തെ ഈ സ്വർണ്ണ നിറത്തിലുള്ള മണലാണ്, പിന്നെ ഈ നീല നിറത്തിലുള്ള കടലും എല്ലാം കൂടെ ചേർന്ന് അതിമനോഹരമായ ഒരു ദൃശ്യമാണ് ഈ ബീച്ചും പരിസര പ്രദേശങ്ങളും. നോക്ക്, ഇതൊരു ഡസ്റ്റ് ബിന്നാണ്. ഇഫ്താറിനുള്ള സാധനങ്ങളൊക്കെയാണ്. ഇപ്പോൾ റമദാൻ ടൈമാണല്ലോ. കുറേ ആളുകളിങ്ങനെ ചെയറൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കാറ്റൊക്കെ കൊണ്ട് വൈകുന്നേരങ്ങൾ മനോഹരമാക്കുകയാണ് അവർ. ഇത് ബീച്ചിൻ്റെ ഒരു ഭാഗമാണ്. ഇതിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. ഈ കാണുന്ന കടലെന്ന് പറയുന്നത് അറബിക്കടലാണ്, അറേബ്യൻ സീ. നമ്മൾ അറബിക്കടൽ ഗൾഫിൻ്റെ ഏരിയയിലോട്ട് ഇങ്ങനെ കയറി കിടക്കുമല്ലോ, അതാണ് ഈ ഭാഗം. ഗൾഫ് എന്ന് പറഞ്ഞാൽ തന്നെ ഇടുക്ക് എന്നുള്ളതാണ്, കടലിടുക്ക് എന്നുള്ളതാണ് അർത്ഥം. അങ്ങനെ ഒരു ഫാമിലി ഇതാ ചെയറൊക്കെ ഇട്ടിരിക്കുന്നു. ബീച്ചിന് സൈഡിലെല്ലാം ഡസ്റ്റ് ബിന്നുകളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എവിടെയും ഒരു പേപ്പർ കഷ്ണമോ ഒന്നും കാണാൻ കഴിയില്ല. എല്ലാം വൃത്തിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു.
അതിമനോഹരമായിട്ട് ഇൻ്റർലോക്കൊക്കെ പാകി ബീച്ചിൻ്റെ സൈഡുകളെല്ലാം മനോഹരമാക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് കളിക്കാൻ ഇവിടെ കുറച്ച് ഏരിയാസ് ഉണ്ട്. ഇതവർക്ക് കളിക്കാനുള്ള ഓരോ സാമഗ്രികളാണ്. അങ്ങനെ വീക്കെൻഡിൽ ഫാമിലിക്ക് വരുമ്പോൾ, കുട്ടികളുമായിട്ട് വരുമ്പോൾ അവർക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഇവിടം. ആ കാണുന്നതൊരു ഹോട്ടലാണ്. ഇവിടെ ഒരു വോളിബോൾ കോർട്ട് ഉണ്ട്. ആരും വോളിബോൾ കളിക്കുന്നതായിട്ട് കാണുന്നില്ല, പക്ഷെ കോർട്ട് അവിടെ ഉണ്ട്. മണലിനകത്ത് നന്നായിട്ട് കളിക്കാൻ പറ്റും. എന്താ ഒരു വൃത്തിയല്ലേ! ഒരു കടലാസ് തൊണ്ട് പോലും കാണാനില്ല. നമ്മൾ കേരളത്തിൽ നമ്മുടെ ബീച്ചുകളൊക്കെ ഇതിലും മനോഹരമാണ്. യഥാർത്ഥത്തിൽ പ്രകൃതി രമണീയമാണ്. നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിച്ചാൽ അതിനെ വെല്ലാൻ മറ്റൊന്നും ഉണ്ടാവില്ല. റിച്ചുക്കുട്ടന് അത് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അവൻ കയറി അതിൽ കളിക്കുന്നുണ്ട്. അങ്ങനെ വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് ഉള്ളൊരു ബീച്ചാണിത്. 2 മലയാളി കുട്ടികളാണെന്ന് തോന്നുന്നു നടന്നു പോകുന്നു. ഒരു അമാനി കന്തൂറൊക്കെ ഇട്ടിട്ട് അവിടെ നിന്ന് ഭയങ്കര എക്സർസൈസാണ്. എല്ലാവർക്കും റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം. ഒരു ഭാഗത്തൊരു ലോണൊക്കെ കാണുന്നു. അവിടെ കുറച്ച് സായിപ്പന്മാരും മദാമ്മമാരും ഒക്കെ വെയിൽ കൊണ്ട് കിടക്കുകയാണ്. ഒരു പ്ലെയിൻ പോകുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഈ പ്ലെയിൻ കാണുന്ന ഒരു ആവേശമാണ്. ഇതിങ്ങനെ ആകാശത്തൂടെ പോകുന്ന കാണുന്നേ. അപ്പോൾ നമ്മുടെ മനസ്സിലെ കുട്ടി ഉണരും. ഇതിവിടെ നടന്ന ഒരു മാരത്തോൺ കോമ്പറ്റീഷൻ്റെ അതിൻ്റെ ഒരു സംഭവമാണ് ഈ കാണുന്നത്. ഇതിൽ നമ്മുടെ ഇന്ത്യൻസൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ ഇന്ത്യൻ പേരുകളാണ് അതിനകത്ത് തപ്പിക്കൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും ഇന്ത്യൻസായിട്ടുണ്ടോ എന്ന് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നു. കിട്ടി. ശ്രീധർ വെങ്കട്ടരാമൻ, വൈഭവ് ഗുപ്ത, മനീഷ് തിവാരി, അങ്ങനെ കുറേ ഇന്ത്യൻസിൻ്റെ പേരൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടോ? നയൻ നന്ദൻ, വിനീത് ചൗഹാൻ, കുറേ ഇന്ത്യൻസൊക്കെ പങ്കെടുത്ത ഒരു പ്രോഗ്രാമാണിത്. ഓക്കെ, അങ്ങനെ നമ്മൾ മറ്റൊരു വശത്തേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ മനോഹരമായൊരു ലോണുണ്ട്. ആ പച്ചയും
ഗോൾഡൻ സാൻഡും പിന്നെ കടലിൻ്റെ നീല നിറവും കൂടെ ചേർന്നപ്പോൾ അതിമനോഹരമായൊരു വാൾപേപ്പർ പിക്ചറായി. ഇപ്പോൾ റമദാൻ്റെ ടൈം ആയതുകൊണ്ട് ഇഫ്താർ വിരുന്ന് ഒരുക്കുന്ന തിരക്കിലാണ് എല്ലാവരും. ഈ ബീച്ചിൽ വന്നിട്ട് 2 കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നു. ഭാവിയിലെ മറഡോണയോ മെസ്സിയോ ഒക്കെ ആയിരിക്കാം ഈ തട്ടുന്നത്. ഒമാൻ ഒരു ഫുട്ബോൾ ക്രേസി കൺട്രിയാണ്. എല്ലാ അറബ് കൺട്രീസും ഫുട്ബോളിനോടാണ് താല്പര്യം. ഒമാന് ക്രിക്കറ്റ് ടീമും ഉണ്ട്, നമ്മൾ കണ്ടതാണ് വേൾഡ് കപ്പിൽ 2020. പക്ഷേ ഇന്ത്യൻസാണ് കളിക്കുന്നത് മൊത്തം. നമ്മുടെ നാട്ടിലെ തെങ്ങുണ്ട് ഇവിടെ. തേങ്ങയില്ലെന്ന് മാത്രം, വെള്ളക്കയുണ്ട്. അതിമനോഹരമായൊരു ഫ്രെയിം അല്ലേ. തെങ്ങാണ് നിൽക്കുന്നത്, പനയല്ല. എല്ലാവരും ഈ ശാന്തതയുടെ മനോഹാരിത ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ ഒരു ഫുട്പാത്ത് ഉണ്ട് ഇവിടെ, നമുക്കിങ്ങനെ നടന്നു പോകാം. ഇങ്ങനെ കുറേ നടക്കാനുണ്ട്. വൈകുന്നേരങ്ങളിൽ എല്ലാവരും നടക്കാൻ വരുന്നൊരു സ്ഥലം കൂടിയാണിത്. ഈ കാറ്റൊക്കെ കൊണ്ടിങ്ങനെ നടക്കാൻ, പ്രകൃതിയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചേ ഇങ്ങനെ നടന്നു പോകാൻ നല്ല രസമാണ്. എല്ലാവരും മാറ്റൊക്കെ വിരിച്ച് ഇഫ്താർ ആഘോഷിക്കാനുള്ള പുറപ്പാടാണ്. പാകിസ്ഥാനികളും ബംഗ്ലാദേശ് സ്വദേശികളുമൊക്കെ ധാരാളം അക്കൂട്ടത്തിലുണ്ട്. നമുക്കെന്തായാലും ഈ ഫുട്പാത്തിൽ കൂടെ കുറേ നേരം മുന്നോട്ട് നടക്കാം. റിച്ചുക്കുട്ടൻ അങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ചെറിയൊരു പാലമാണ്. ഈ ബീച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഭാതത്തിലും പിന്നെ വൈകുന്നേരങ്ങളിലുള്ള സൺസെറ്റും ആ വ്യൂ അതിമനോഹരമാണ്. ആ ടൈമിൽ ഇതൊരു അതിമനോഹരമായ ഒരു വിൻഡോസ് ചിത്രം പോലെ, വിൻഡോസ് വാൾപേപ്പർ പോലെ നമുക്ക് ഫീൽ ചെയ്യും. മസ്കറ്റ് പൊതുവെ ഒരു വരണ്ട ഭൂമിയാണെങ്കിലും അതിനെ മനോഹരമാക്കുന്ന ഒരിടമാണ് ഈ ബീച്ച്. അതുകൊണ്ട് തന്നെ ഏതൊരു വ്യക്തി ഇവിടെ വന്നാലും ഖുറം ബീച്ച് ഒന്ന് കണ്ട് പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. അവരെ സംബന്ധിച്ച് അതൊരു നല്ല ഓർമ്മയായിരിക്കും. ഒരു മോസ്കൊക്കെ ഇവിടെ കാണുന്നുണ്ട്. കണ്ടില്ലേ എന്താ ഒരു ഭംഗി.
ഒരു കാറൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നു. ഇതൊരു ചൈനീസ് കാറാണ് കേട്ടോ, ലിങ്ക് ആൻഡ് കോ. ഇവിടെ വളരെ സക്സസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാർ ബ്രാൻഡാണ്. നല്ല ക്വാളിറ്റിയാണ് ഇതിന്. ചിലർ സൈക്കിളൊക്കെ ചവിട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. കണ്ടില്ലേ എന്ത് മനോഹരമാണല്ലേ. പൊതുവേ തിരകൾ കുറവാണ് ഇവിടെ, പക്ഷേ ഇന്ന് നല്ല തിരകളൊക്കെ ഉണ്ട് ഇവിടെ. കാരണം ഇത് കടലിടുക്കാണല്ലോ, അതുകൊണ്ട് തിരകൾ അത്ര വലുതായിട്ടുണ്ടാവാറില്ല. നമ്മുടെ കോവളം ബീച്ച് പോലോ വർക്കല ബീച്ച് പോലൊക്കെ. ഈ ബീച്ചും ഇതിൻ്റെ ഏരിയയും ഇവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന രീതിയാണ് നമ്മളെല്ലാം ആകർഷിക്കുന്നത്. മസ്കറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് ഏറ്റവും വൃത്തിയുള്ള ഒരു നഗരമാണ് ഏഷ്യയിൽ തന്നെ. പിന്നെ ഒമാൻ എന്നുള്ള രാജ്യത്തിൻ്റെ പ്രത്യേകത ഏറ്റവും ലിവിങ് സ്റ്റാൻഡേർഡുള്ള ഒരു രാജ്യമാണ്. ഗൾഫ് കൺട്രീസിൽ ഏറ്റവും ജീവിത നിലവാരമുള്ള ഒരു സ്ഥലം കൂടിയാണ് ഒമാൻ. കാരണം ഒരുപാട് ലാൻഡ് ഏരിയ ഉണ്ട്, ഒപ്പം ആൾക്കാർ കുറവാണ്, മാലിന്യങ്ങളില്ല. എവിടെ ചെന്നാലും നമ്മൾ വളരെ ക്ലീനായിട്ട് കിടക്കുന്ന പ്രദേശങ്ങളാണ് നമുക്ക് കാണുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ കേരളം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ, വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ ഇതിനേക്കാളൊക്കെ വളരെ 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 അട്രാക്റ്റീവ് ആയിരിക്കും. അതിന് യാതൊരു സംശയവും വേണ്ട. ഇവിടെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല രസമാണ്, നല്ല കാറ്റൊക്കെ കൊണ്ടിരിക്കാം. ഇതുവഴി ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മുടെ ഗ്രഹമായ ഭൂമി എത്ര മനോഹരമായ ഒരു ഗ്രഹമാണെന്ന് തോന്നിപ്പോവും. കാരണം ഇങ്ങനൊരു പ്ലാനറ്റ് ഈ പ്രപഞ്ചത്തിൽ എവിടെയും ഉണ്ടാവില്ല. അത്ര സുന്ദരമാണ് നമ്മുടെ പ്രിയപ്പെട്ട ഭൂമി. അതിനെ വൃത്തിയോടെയും ശുദ്ധിയോടെയും സൂക്ഷിക്കുന്ന ഇവരുടെ സംസ്കാരത്തെയും വളരെ ബഹുമാനത്തോടു കൂടിയേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ക്രൗൺ പ്ലാസ ഹോട്ടലാണ്. ഇവിടെ ഒരുപാട് ഹോട്ടൽസും ഒക്കെയുണ്ട്. അപ്പുറത്ത് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റും കഫേകളും ഒക്കെ ഒരുപാടുണ്ട്, ധാരാളമുണ്ട്. അങ്ങനെ വിദേശ ടൂറിസ്റ്റുകളൊക്കെ വന്നു കഴിയുമ്പോൾ അവർക്ക് വേണ്ടുന്ന എല്ലാ സംഗതികളും ഇവിടെ ഉണ്ട്. അവർക്ക് ഒരു ലക്ഷറീസ് ആയിട്ടുള്ള എല്ലാ അമ്യൂണിറ്റീസും ഇവിടെയുണ്ട്. കടലിലേക്ക് ഇറങ്ങിപ്പോകാൻ ഇവിടെ ഇങ്ങനെയുള്ള വഴികളൊക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെയുള്ള സെറ്റപ്പൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് അടുത്ത് നിന്ന് കാണാൻ കഴിയും. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനിയും ഇത്തരം വീഡിയോകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ പ്രചോദനം. അങ്ങനെ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഇത്തരം മസ്കറ്റിലെ പുതിയ പുതിയ കാഴ്ചകളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ഇവിടുന്ന്
തിരികെ പോകാനുള്ള പ്ലാനിലാണ്. അങ്ങനെ ഇഫ്താർ വന്നിരിക്കുന്നു. എല്ലാവരും ഭക്ഷണങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുകയാണ്. കണ്ടില്ലേ സൺസെറ്റ് അതിമനോഹരമായിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, നന്ദി, നമസ്കാരം.